അഭിപ്രായ സർവേകൾ പലതും വരുന്നുണ്ട്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രവചനം, അതായത് എത്ര സീറ്റുകൾ ആർക്കൊക്കെ എന്നുള്ളത്, എന്താണ് സർ ഡീകോഡർ പറയുന്നത്? പ്രിയനി, എനിക്ക് പേഴ്സണലായിട്ട് ഈ ഒപ്പീനിയൻ പോൾ അല്ലെ ഗാലപ്പ് പോൾ ഇതിലൊന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിവരങ്ങൾ എനിക്ക് യാതൊരു വിശ്വാസമില്ല. പിന്നെ ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ, മാനസിക ഉല്ലാസത്തിനുള്ള പരിപാടി, അതാണ് ഇവിടുത്തെ ഒപ്പീനിയൻ പോളും പിന്നെ ഈ ഗാലപ്പ് പോൾ അല്ലെങ്കിൽ എക്സിറ്റ് പോൾ എന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. ഇപ്പം ഞാൻ ഏറ്റവും ഒരു അടുത്ത കാലത്ത് പ്രീ പോൾ പ്രൊപ്പഗൻഡയാണ് കേട്ടോ പലപ്പോഴും. ഇതെല്ലാം പ്രീ പോളാണ്, ഇതെല്ലാം പ്രീ പോളാണല്ലോ. ഇലക്ഷൻ മുമ്പ് എക്സിറ്റ് പോൾ വോട്ട് കഴിഞ്ഞിട്ട് വോട്ട് ചെയ്ത് ഇറങ്ങുന്നതാണ്. അതും എത്രമാത്രം ശരിയായിക്കൊള്ളണമെന്നൊന്നും ഇല്ല. പലപ്പോഴും തെറ്റായിട്ടുള്ള 2014 തെറ്റിയതാണല്ലോ. അതെ. ഇപ്പൊ ഒന്നും വേണ്ട, അടുത്ത കാലത്ത് ഈ മഹാരാഷ്ട്ര പിന്നെ ഹരിയാന തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എന്താ ഉണ്ടായെന്ന് നമുക്കറിയാം. എല്ലാ ഒപ്പീനിയൻ പോളും പറഞ്ഞത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒക്കെ കോൺഗ്രസ് തൂത്തുവാരുന്നാണ് പറഞ്ഞിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഇവിടുത്തെ ചാനലുകാരൊക്കെ എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അല്ലേ, ലേലം വിളി പോലെ. അവസാനം BJP തകരണോ, അത് ചെയ്യണോ, ഇത് ചെയ്യണോ എന്നൊക്കെ വിളിച്ച് പറഞ്ഞു. അവസാനം ഉച്ചയായപ്പോഴത്തേക്കും കെട്ടിപ്പൊട്ടി എല്ലാവരും വീട്ടിൽ പോയി. അപ്പൊ അതുപോലെ ഇപ്പൊ ഡീകോഡറിന്റെ പ്രത്യേകത, ഡീകോഡറിന്റെ പോളിന് നേതൃത്വം നൽകിയത് പ്രണോയ് റോയ് ആണ്, പഴയ NDTVയുടെ ഫൗണ്ടർ. പിന്നെ അതുകൂടാണ്ട് ഒരു എന്താ സുപ്പാരി വാല് എന്തോട്ട് പറഞ്ഞൊരു പാഴ്സിയുണ്ട്. അയാളും ഇത് സ്ഥിരം പരിപാടിയായിട്ട് നടക്കുന്നതാണ്. ഒപ്പീനിയൻ പോളും പിന്നെ എക്സിറ്റ് പോളൊക്കെ ആയിട്ട് നടത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പറയണത് കേരളത്തിൽ അവർ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്തു, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസിയിലും യാത്ര ചെയ്തു, വളരെ വൈഡ് നെറ്റ്വർക്ക് ഓഫ് ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ നിന്ന് കിട്ടിയ അഭിപ്രായം വെച്ചിട്ടാണ് അവർ റിസൾട്ട് പറഞ്ഞു എന്നാണ് പറയണത്. അവരുടെ ഫൈനൽ റിസൾട്ട് പറയണത് UDFന് 66 സീറ്റ് കിട്ടും, പിന്നെ LDFന് 65 സീറ്റ് കിട്ടും, BJPക്ക് അവർ 6 സീറ്റ് കൊടുത്തിട്ടുണ്ട്, പിന്നെ 3 പേര് സ്വതന്ത്രരാണ്, ഇൻഡിപെൻഡൻ്റ്. അത് ആര് വേണമെങ്കിലും ആവാം. അപ്പം മറ്റേ നമ്മുടെ 2020 ആവാമെണെങ്കിലേ. അപ്പം പക്ഷെ ഇതിലൊരു കാര്യം ഞാൻ പറയാം, ഇതൊരു മുൻവിധിയോടുകൂടി കാണണം. പ്രണോയ് റോയ് എന്ന് പറയുന്നത് CPMന്റെ അടുത്ത ബന്ധുവാണ്, CPMന്റെ എല്ലാ അർത്ഥത്തിലും. കാരണം പ്രണോയ് റോയുടെ ഭാര്യ രാധിക റോയ് എന്ന് പറയുന്ന ബൃന്ദ കാരട്ടിന്റെ അനീത്തിയാണ്. അപ്പോൾ അയാൾക്ക് CPMമായിട്ട് ബന്ധമുണ്ട്. മൂപ്പര് പൊതുവെ ഒരു CPM അനുഭാവിയായിട്ടാണ്. അത്ര ഓപ്പണായിട്ട് മറ്റ് റിപ്പോർട്ടർമാരെ പോലെ ഓപ്പണായിട്ട് കാണിക്കൊന്നുമില്ല. ഒരു വർഗീയവാദി എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം ഒരു ക്രൈസ്തവനാണ്, എന്നാലും അതൊരു വർഗീയവാദിയാണെന്ന് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്കും തോന്നിയിട്ടുണ്ട് വളരെ പ്രോ CPM നിലപാടാണ്, പ്രോ കോൺഗ്രസ് ആൻഡ് പ്രോ CPM നിലപാടാണ്. അപ്പോൾ അവർ പറയണത് ഇതാണ്: UDFന് 66, പിന്നെ LDFന് 65, BJPക്ക് 6, NDAക്ക് 3. ഇതാണ് പറയണത്. എങ്ങനെ ഗവൺമെൻറ് ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇപ്പം ഇത് ഈ കണക്കിന് പോയ ഒരു ഹങ് അസംബ്ലിയാണ് വരാൻ പോണത്. ഇപ്പം BJPയുടെ 6, ഇൻഡിപെൻഡൻറ്റ് 3, 65, 6, 3, 9. പിന്നെ UDFന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ 66, 9, 75 ഗവൺമെൻറ് ഫോം ചെയ്യാം. പക്ഷെ BJP സപ്പോർട്ട് ചെയ്യില്ല, കോൺഗ്രസ്. അപ്പോൾ പിന്നെ ഉള്ളത് LDFന്ന് BJPയിലേക്ക് ക്രോസ് ചെയ്യാവുന്നത് CPIക്കാരാണ്. CPIക്കാർക്ക് പൊതുവെ പിണറായി വിജയനെ ഇയാൾക്ക് ഭയങ്കര ദേഷ്യമാണ്. ആർക്ക്? ബിനോയ് വിശ്വത്തിന്. എവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലാൻ നടക്കുക, കുഴി ചാടിക്കുകയുള്ളു. ബിനോയ് വിശ്വം പണ്ട് തൊട്ടേ ബിനോയ് വിശ്വം CPMനോട് ദേഷ്യമാണ്. ഇപ്പം CPMൽ ഇപ്പം അയാളെ ബേബിയുടെ ഒക്കെ വലിയ ഫ്രണ്ടാണ്, MA ബേബിയുടെ ഒക്കെ. പക്ഷേ നമ്മുടെ പിണറായി വിജയനെ അയാൾ കുപ്പിയിലിറക്കും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും അവർ ചെയ്യുന്നുണ്ട്. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ അറിയാൻ പറ്റും. അയാൾ പറഞ്ഞു കേരളത്തിലടുത്ത ഇടതുപക്ഷ മുന്നണിയായിരിക്കും അധികാരത്തിൽ വരിക എന്ന് പറഞ്ഞു. ഏത് ഇടതുപക്ഷ മുന്നണി? ഇയാൾ നിൽക്കുന്നുണ്ട് ഇടതുപക്ഷ മുന്നണി, അതല്ലേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അവരുടെ ഇതുണ്ടെങ്കിൽ ഈ CPIയോട് കൂടി CPI കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് ഗവൺമെൻറ് ഫോം ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. ഓക്കെ. പിന്നെ അത് മാത്രമല്ലല്ലോ, കോൺഗ്രസും CPI ആയിട്ട് പഴയ ബന്ധുക്കാരാ. ഈ അടിയന്തരാവസ്ഥ കാലത്ത് CPI കോൺഗ്രസിന്റെ കൂടെ അല്ലേ ഉറങ്ങിയിരുന്നേ.
CPM പ്രതിപക്ഷത്തും CPIക്കാർ സൂചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 77 തെരഞ്ഞെടുപ്പിനും അവർ ഒരുമിച്ചല്ലേ മത്സരിച്ചേ. അത് കഴിഞ്ഞ് പിന്നെ അധികാരം ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴാണ് മൂപ്പര് കാറ്റിൻ്റെ ഡയറക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് CPIക്കാർ ഇങ്ങോട്ട് മാറിയത്. പൊതുവേ CPIനെ പറ്റി പറയണം, അധികാരം എവിടെ ഉണ്ടെന്ന് മണത്തറിയാനുള്ള കഴിവ് CPIക്കാർക്കേ ഉള്ളൂ. ശരിയാണത്. അവർക്ക് കമ്മ്യൂണിസം ഒന്നുമില്ല അതിനകത്ത്, ഈ പേര് മാത്രമേ ഉള്ളൂ അവർക്ക് പണ്ട് തൊട്ടേ അവർ സോവിയറ്റ് യൂണിയനിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ട് മറ്റേ വളർന്നു വലുതായ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാണ്. പണ്ട് കുറച്ച് നാൾ ഒരു പുസ്തകം വന്നിരുന്നു, ഒരു മിത്രോഖിൻ ആർക്കൈവ്സ് എന്നാണ്, കേട്ടിട്ടുണ്ടോ? KGBയുടെ ഒരു വളരെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു മിത്രോഖിൻ, അലക്സി മിത്രോഖിൻ, വാസിലി മിത്രോഖിനോ അലക്സി മിത്രോഖിൻ എന്തൊറ്റ പേര്. അയാൾ സോവിയറ്റ് യൂണിയൻ ഡിസൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് KGBയിലുള്ള രഹസ്യരേഖകളായിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. മൂപ്പര് ഇംഗ്ലണ്ടിലെത്തി. അയാൾ കൊണ്ടുവന്ന മുഴുവൻ എന്താ പറയണത്, സോവിയറ്റ് യൂണിയനും പ്രത്യേകിച്ച് KGB മറ്റ് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾ, രാഷ്ട്രീയ പാർട്ടികളായിട്ട് നടത്തിക്കൊണ്ടിരുന്ന ഇടപാടുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ മിത്രോക്കിൻ പറയണത് സോവിയറ്റ് യൂണിയൻ KGB വഴി ഇന്ത്യയിലേക്ക് CPIനെ കണ്ടുവാനും ഫണ്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് പബ്ലിഷിംഗ് ഹൗസ് നടത്താനായിട്ട് കണ്ടുവാനും സബ്സിഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഏജൻസി സോവിയറ്റ് യൂണിയനിലേക്ക് അവർക്ക് മാത്രമേ, ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥതയിലുള്ള CPIയുടെ ഉടമസ്ഥതയിലുള്ള എക്സ്പോർട്ട് ഇമ്പോർട്ട് ഏജൻസിക്ക് മാത്രമേ അവിടേക്ക് ബിസിനസ് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ കോടിക്കണക്കിന് രൂപ CPI സമ്പാദിച്ചിട്ടുണ്ട്. ഇവർ സമരമൊന്നും നടത്തിയിട്ടില്ലല്ലോ. കാര്യം മറ്റെല്ലാം പന്നിയൻ രവീന്ദ്രൻ മുടി നീട്ടി വളർത്തിക്കൊണ്ടൊക്കെ നടക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് പോലീസുകാരയാളുടെ മുടി പിടിച്ച് വലിച്ചതിൽ പ്രതിഷേധിച്ച്. അടിയന്തരാവസ്ഥക്ക് CPI ഇന്ദിരാഗാന്ധിയുടെ കൂടെ അല്ലായിരുന്നോ? പിന്നെ എങ്ങനെയാണ് അത് ആൾക്കാർ ചോദിക്കൂല. അവരിപ്പോഴും മറ്റേ അച്യുതമേനോന്റെ കാര്യം പറയില്ല കേട്ടോ. CPIക്കാർ മഹാകള്ളന്മാരാ. CPI ബിനോയ് വിശ്വമൊക്കെ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അറിയും എന്താ CPI അടിയന്തരാവസ്ഥ കാലത്ത് CPIക്കാരാണ് വിളിച്ച് പറഞ്ഞിരുന്നത്. ഏതെങ്കിലും CPMകാരനെ പോലീസിനെ കൊണ്ട് തല്ലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൺഗ്രസ്സുകാരെ പരിചയമില്ലെങ്കിൽ അവരോട് പറയണ്ട, CPIക്കാരോട് പറഞ്ഞു വെച്ചാൽ മതി, അവർ നോക്കിക്കോളും ബാക്കി കാര്യം. അപ്പം അന്ന് തൊട്ടേ ഇഷ്ടമല്ല. പിന്നെ പ്രത്യേകിച്ച് ഈ ബിനോയ് വിശ്വത്തിന് CPMന് ഭയങ്കര ദേഷ്യമാണ്, അപകർഷതാബോധം. ഇയാളും മറ്റേ മാധ്യമങ്ങളിലൊന്നും ഇയാൾക്കൊന്നും വലിയ വെയിറ്റ് ഒന്നുമില്ലല്ലോ. ആർക്കാ? ഈ ബിനോയ് വിശ്വത്തിനെ. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇവർ തോപ്പിക്കണം എന്നുണ്ട്. ഇതിന് നല്ല ചാൻസാണ് ഇപ്പോൾ കിട്ടിയേക്കണം. അവർ മാറും, നോക്കിക്കോ. ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ ആദ്യം ഇടതുപക്ഷ മുന്നണി വിട്ട് CPM മുന്നണി വിട്ട് അപ്പുറത്തോട്ട് ചാടുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ആയിരിക്കില്ല, CPI ആയിരിക്കും. അതെ, കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു ഇന്ത്യ അലയൻസിന്റെ ഭാഗമാണല്ലോ. അവിടെ പോയി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കാപ്പി ചായ കുടിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. അപ്പോൾ അങ്ങനെ ഒരു CPI വേണമെങ്കിൽ നല്ല CPI UDFനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ UDF ഗവൺമെൻറ് ഫോം ചെയ്യും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി ആരാന്നുള്ളൊരു പേടി മാത്രമേ നമുക്കുള്ളൂ. ഇപ്പം പറഞ്ഞ ഈ മറ്റേ സതീശൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഹിന്ദുക്കൾക്ക് പേടിക്കേണ്ട ആവശ്യമുള്ളൂ. കുഞ്ഞാലിക്കുട്ടി വന്നാൽ പിന്നെ ഏതായാലും നമുക്ക് അറിയാം എന്താ ഉണ്ടാവാൻ പോകുന്നത്. അതിൽ ഭേദം നോൺ ഈവിൾ ഈസ് ബെറ്റർ ദാൻ എന്താ പറഞ്ഞ ബെറ്റർ ദാൻ അൺ അൺനോൺ ഏഞ്ചൽ എന്ന് പറയില്ല.